ഹായ് ഫ്രണ്ട്സ്, അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്തത് ഞങ്ങളുടെ വീട്ടിലെ കുറച്ച് ചെടികളെ കാണിക്കുന്നുണ്ട്. പിന്നെ അടുക്കളയിലെ പാചകവും ഉണ്ട്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓളുന്ന ഓപ്ഷനും കൂടി ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും. പോകാം വീഡിയോയിലേക്ക്. ഞങ്ങളുടെ വീട്ടിലെ കണിക്കൊന്ന കണ്ടോ, നിറയെ പൂത്തുകൊണ്ടിരിക്കുന്നു. പൂത്തതും ആയി, പൂക്കൾ വിരിഞ്ഞു. ഒരു ബക്കറ്റിൽ ഒരു തൈ നട്ടതാണ്. അത് അങ്ങനെ ഒരു തൈയാണെന്ന് ആർക്കും അറിയില്ല. ഇത് എനിക്കിഷ്ടപ്പെട്ട് എവിടെ നിന്നെങ്കിലുമൊക്കെ കാണുമ്പോൾ വഴിയിലൊക്കെ നിൽക്കുന്നതൊക്കെ പറിച്ചു കൊണ്ടുവന്ന് പിടിപ്പിച്ചതെടുക്കുന്നതാണ് കേട്ടോ. എന്ത് ഭംഗിയാ, പൂക്കൾ കാണാൻ നിറയെ ഉണ്ടാകും. അതിൻ്റെ അടുത്ത് വെള്ളപ്പൂക്കൾ ബൈഡ്രൽ ബൊക്ക ആണ്. അത് അങ്ങനെ ഇങ്ങനെയൊന്നും പിടിച്ച് കിട്ടാറില്ല. ഇതിൻ്റെ ഇല തിരുമ്മി മണത്തണ്ടെങ്കിൽ ജലദോഷത്തിന് നല്ലതാണെന്ന് പലരും പറഞ്ഞു കേട്ടു. ആളുകൾ ഇല എടുത്ത് കൊണ്ടുപോകാറുണ്ട്. ഇതല്ല കേട്ടോ, വെള്ളപ്പൂക്കളൊന്നും. ഇത് നല്ല കടലാസ് ചെടിയാണ്. നിറയെ എപ്പോഴും എന്നും ഉണ്ടായിട്ടിരിക്കും. അധികം വണ്ണം വയ്ക്കുകയോ ഒരുപാട് ചില്ലകൾ പൊന്തിപ്പോവുകയോ ഒന്നും ചെയ്യില്ല. ഞാൻ കണ്ടതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ. ഇത് പുതിനയാണ്. പുതിന ഇവിടെ നിറച്ചുണ്ടായി വരും. കെട്ടുപോയാൽ എങ്ങനെയാണെങ്കിലും ചട്ടിയിൽ നിന്ന് വീണ്ടും മുളച്ച് പൊന്തും. ഇവിടെ അത്യാവശ്യം ഞങ്ങളുടെ ഇതിന് കിട്ടുന്നുണ്ട്. ഇതൊരു സൈസ് സുന്ദരിയാണ്, അരിപ്പൂ. ഇതിന് ഇവിടെ വെള്ളയുണ്ട്, ഓറഞ്ച് കളറുണ്ട്, മജന്തയുണ്ട്, കടും ചുവപ്പുണ്ട്. ഇതെപ്പോഴും പൂവുണ്ടാകുന്ന റോസ്. ചട്ടികളിൽ പല ചട്ടികളിലും നട്ടിട്ടുണ്ട്. ഇത് പടർന്ന് കിടക്കുന്ന അരിപ്പൂ, സുന്ദരിപ്പൂ. ഇത് 2 കളറുണ്ട് ഇവിടെ. ഒന്ന് ഈ കളറ്, ഒന്ന് വെള്ള. കടും ചുവപ്പും ഓറഞ്ച് കളറും പൂത്തിട്ട് ഇപ്പം നിലച്ച് നിൽക്കുക. അത് തന്നെ വെള്ള കളറ്. പിന്നെ ക്രീം കളറുണ്ട്. അത് ഞാൻ തുടക്കത്തിൽ ഇൻട്രോ പറയുന്ന സമയത്ത് കാണിച്ചതാണ്. അത് നല്ല മഞ്ഞ കളറിലേക്ക് വരുന്നുണ്ട്. ഇതിൽ ശംഖുപുഷ്പം ഉണ്ട് കേട്ടോ. ഇത് ബൈഡ്രൽ ബൊക്ക. ഇത് ആ പൂ തന്നെ വെള്ള. ഇത് അതിൻ്റെ അടുത്ത് തന്നെ വേറൊരു കട. ഞാൻ ഈ പൂവിൻ്റെ ഭംഗി കണ്ട് ഒരാളുടെ വീട്ടിൽ നിന്ന് റോട്ടിൽ അവർ നട്ടതിൽ നിന്നും 2-3 ചില്ല ഒടിച്ച് കൊണ്ടുവന്നതാണ്. ഇത് തഴുതാമയാട്ടോ. പുനർജനി, പുനർനവ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന തഴുതാമ. ഈ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലത്തൊക്കെ ഉണ്ടാകാറുണ്ട്. ഞാനിത് ഇവിടെ കൊണ്ടുവന്ന് നട്ടുപിടിപ്പിച്ചിരിക്കുന്നതാണ്. ഇതാണ് വെള്ള സുന്ദരി. പടർന്ന് കിടക്കുന്ന വെള്ള, പടരാത്തതും ഉണ്ട്. ഇത് ഞങ്ങളുടെ ഇത് തന്നെ ഞാൻ ഒടിച്ചു കുത്തി പൂവിട്ടതാണ്. ഇത് വൈഡ്രൽ ബൊക്കോ ആണ്.
ഇത് ഈ ചെടി ആർക്കെങ്കിലും അറിയാമോ എങ്കിൽ കമൻ്റ് ഇടുന്നത്. പടർന്നു പോയിരിക്കുന്നത് നല്ല ഭംഗിയുള്ള പൂക്കളാണെന്ന് പറഞ്ഞ് എനിക്ക് തന്നതാണ്. ഞാനൊരു കുഞ്ഞു ചില്ല ഉണ്ടെന്ന് നട്ടു, അത് പിടിച്ച് കിട്ടി. വെള്ളയാണ് പൂവെന്ന് പറയുന്നുണ്ട്. എനിക്കൊരു സംശയം, ഇത് തീമഞ്ഞ കളർ പൂവാണോ ഇല്ലേന്ന്. അപ്പോൾ അറിയാവുന്നവരൊന്ന് കമൻ്റ് ഇടുന്നത്. ഇത് അടീനിയം ചക്കാട ഉണ്ടാക്കാൻ പാണേ. മാവ് ചക്കാട ഉണ്ടാക്കാൻ പൊന്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ചക്കാടയ്ക്ക് ഞാൻ കുഴച്ച് വെച്ചത് ഒരു 4 മണിക്കൂർ മുൻപേ കുഴച്ച് വെച്ചതാണ്. ഈസ്റ്റ് ചേർത്താണ് കുഴച്ചത്. ചക്ക വരിക്കച്ചക്ക വേവിച്ചെടുത്തത് മിക്സിയിൽ ഒരു 2 ഗ്ലാസോളം എടുത്തിട്ടുണ്ട് കേട്ടോ. അത് മിക്സിയിൽ അരച്ചെടുത്തിട്ട് അതിൽ 1 കിള്ള് ഉപ്പ്, പിന്നെ പഞ്ചസാര, നമ്മുടെ ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അരിപ്പൊടി 1 ഗ്ലാസ് അരിപ്പൊടിയാണ് ഇതിൽ ചേർത്തേക്കണത്. ഞാൻ മിക്സിയിൽ തന്നെ ഇട്ടാണ് കേട്ടോ, ജാറിൽ അടിച്ചെടുക്കുകയാണ് ചെയ്തത്. വറുത്ത പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ വാഴയിലയിൽ ഞാനിത് പരത്തി ഇതിനകത്ത് ഇഡ്ഡലി പാത്രത്തിൽ പുഴുങ്ങാൻ വയ്ക്കുകയാണ്. അവിയിൽ വെച്ചെടുക്കാൻ പോവുകയാണ്. വെള്ളം ഞാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇല വാട്ടി വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ട് ഇല വാട്ടിയത്, അല്ലെങ്കിൽ ആ ഇല കൂടി വാടി വരുമ്പോഴത്തേന് സമയം വൈകുമല്ലോ. അപ്പോൾ അത് കാരണം ഇല വാട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് പരത്തിയെടുക്കട്ടെ. പരത്തിയ അട വേവാൻ ഞാൻ എടുത്തു വെച്ചു. ഒരെണ്ണം മാത്രം ഇവിടെ കാണിക്കാൻ വെച്ചതാണ്. അപ്പോൾ ഇതുകൂടെ ഞാൻ അതിലേക്ക് വെക്കുകയാണ്. ഇത് ഒരു പ്രത്യേക സൈസിലെ മടക്ക്. ആവി വന്നു, അട വേവായി. ഒരെണ്ണം ഒന്ന് പൊളിച്ച് നോക്കട്ടെ. നല്ല ചൂടാണ്, നല്ലോണം വീർത്തിട്ടുണ്ട്. അവിടെ ഇത്തിരി കൂടി വേവാനുണ്ട്, ഒന്നുകൂടി ആവാനുണ്ട് ആ ഭാഗം. ഇനി ഉച്ചക്കലത്തെ വിശേഷങ്ങൾ കേൾക്കാം. തീ കത്ത് പിടിച്ചു. അരിക്ക് വെള്ളം അടപ്പത്ത് വയ്ക്കാൻ പോവുക. അരിയിടമ്മ. കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? അടുപ്പ് നല്ല കത്തുന്നൊക്കെ ഉണ്ട്. ഇപ്പം 2-3 ദിവസം അടുപ്പിച്ച് ശീലമായിപ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടും തോന്നുന്നില്ല. ഇവിടെ വെക്കണമെന്ന് തന്നെയാണ്. ഇപ്പോൾ ഇന്ന് അങ്കിളത് വളപ്പിന്ന് വന്ന് ഇങ്ങനെ കൊണ്ടുവരണുണ്ടോ, ഒരു ചാക്ക് വിറക് കൊണ്ടുവന്നിട്ടുണ്ട്. എന്തുമാത്രം അവിടെ ഒടിഞ്ഞ് തൂങ്ങി കിടക്കണമെന്നറിയാമോ. പണ്ട് ഞാനിവിടെ വന്നിട്ടേ കെട്ടി വന്നിട്ടുള്ള വിശേഷം പറയണത്. എനിക്കങ്ങനെ പുറത്തൊന്നും ഇറങ്ങിയുള്ളൂ യാതൊരു വക ശീലവും വീട്ടിൽ വെച്ചും ഇല്ല. ഇവിടെ വന്നപ്പോൾ പരിചിതമായ സ്ഥലങ്ങളൊന്നും അല്ലല്ലോ. ഇപ്പം എല്ലാവരും മലയ്ക്കൊക്കെ കയറിപ്പോയൊക്കെ വിറകൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ഞാൻ മല പോലും കണ്ടിട്ടില്ല. അങ്ങനെ എനിക്ക് ആകെ ഒരു വിഷമമൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, അറക്കപ്പൊടി മേടിച്ചുകൊണ്ടൊന്ന് തന്നാൽ മതി, അത് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് വിറകധികം വേണ്ടല്ലോ എന്നൊക്കെ ഞാൻ പറഞ്ഞു ഒഴിവാവാൻ നോക്കി. എല്ലാവരും മലയ്ക്ക് കയറി പോവുകയാണ് വിറക് കൊണ്ടുവരാനായിട്ട്. ഇവിടെ നിന്ന് ഒത്തിരി ദൂരം പോകണം. അത് രാവിലെ പോയാൽ വൈകുന്നേരമായിട്ടാണ് തിരിച്ചു വരുന്നത് ചുമട് കയറ്റിയിട്ട്. നമുക്കിതൊന്നും വലിയ ശീലവും ഇല്ല. അതോർത്തിട്ട് എനിക്ക് വല്ലാത്തൊരു പേടിയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഇവിടെ ഒരു കൊച്ചു വീടൊക്കെ ആയി ഞങ്ങളുടെ കുഞ്ഞു കുടുംബം താമസിച്ചിരിക്കെ വിറകിൻ്റെ ബുദ്ധിമുട്ട് വരുമ്പോഴൊക്കെ ഇവിടെ അടുത്ത് പാടങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ പാടത്തിൻ്റെ അടുത്ത് പോയിട്ട് ഈ ഉണങ്ങി കിടക്കുന്ന മച്ചിൽ എന്ന് പറയും, അത് ഞാൻ പറക്കി കൊണ്ടുവന്ന് വെട്ടി വെയിലത്തിട്ട് ഉണക്കി കത്തിച്ചൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് ഓർത്തിട്ട്
ഈ വിറക് ഇങ്ങനെ തടിമോടം പോലെയുള്ള അങ്ങനെ തന്നെ മറിഞ്ഞ് വീണ തേക്ക്, മൂപ്പത്താത്തത് വലിയത്, അതൊക്കെ ദ്രവിച്ചിങ്ങനെ കിടക്കുമ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ പഴയ കാലങ്ങളിലേക്ക് എൻ്റെ ഓർമ്മ പോകും. ഞാൻ അന്ന് വിറകിന് വേണ്ടിയിട്ട് ദുരിതപ്പെട്ടൊരു കാലവും ഇന്നിപ്പോൾ വിറക് കണ്ട് കണ്ണ് നിറഞ്ഞു. അത് നമുക്കപ്പോൾ ഗ്യാസ് ഇപ്പോൾ കിട്ടിയത് കൊണ്ട് അതിനോടൊരു താല്പര്യം ഇല്ലാതെയായി. അപ്പോൾ ഇനി ഞാൻ ഇവിടെ തന്നെ വെച്ച് ശീലാകാമെന്ന് കരുതിയേക്കാണ്. എനിക്ക് ഒരു കുറ്റി ഗ്യാസ് ഒരു മാസത്തേക്ക് ഉണ്ടാകാറുള്ളൂ. വിറകൊക്കെ ആകുമ്പോൾ അത് നമുക്ക് നല്ല രുചിയുള്ള ഭക്ഷണം കഴിക്കുകയും ചെയ്യാമല്ലോ. ഇന്നലെ ചക്ക വേവിച്ച കൂട്ടത്തിൽ കുറച്ച് ചക്കക്കുരു വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അതും മാങ്ങായും ആണ് ഇന്നത്തെ കറി. അരിയിട്ട് വേവാവാറായിട്ടുണ്ട്. ദേ ഇത് ആടിക്കൊണ്ടിരിക്കുക, കാലുമുട്ടുണ്ടോ? അങ്കിൾ അവിടെ ഇരുന്നേ അച്ചിങ്ങ പൊളിക്കുന്നുണ്ട്. ഞാൻ സംസാരിക്കില്ല എന്നാണ് പറയുന്നത്. എവിടെ അച്ചിങ്ങാന്ന് പറഞ്ഞ ജീവന ചക്കുക്കുരു മാങ്ങയും കൂടി വെക്കാന്നൊക്കെ ഞാൻ പറഞ്ഞേ. അതിനെല്ലാം സെറ്റപ്പാക്കി. അപ്പൊ പറയാണ് ഞാൻ നന്നാക്കി തരാം, നീ അത് വെച്ചാടിന്ന്. സിമെന്റ് ഇട്ടതിൻ്റെതായ പൊടി എപ്പോഴും തൂവി വരുന്നുണ്ട് അല്ലേ? എൻ്റെ എല്ലാ ഡ്രസ്സും അത് ഇവിടെ എങ്ങനെയാണ് അരി വേവായി നല്ല ഇതായിട്ടുണ്ട്. അപ്പോൾ മാറ്റി വെച്ചിട്ട് കറി ഉണ്ടാക്കാൻ പോവുക. കറി പാകമായി, മാങ്ങയൊക്കെ ഇട്ട് വേവായി. പിന്നെ ഒരിച്ചിരി ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 കിള്ളു മഞ്ഞൾപ്പൊടി, അത്രയേ ഉള്ളൂ സാധനമല്ലേ ഉണ്ടായുള്ളൂ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയത്. പിന്നെ അച്ചിങ്ങ വളർത്തുന്ന സമയത്ത് ഇച്ചിരി അതിൽ നിന്ന് കച്ചിടാന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത് ഇറക്കി വച്ചിട്ട് ഞാൻ അച്ചിങ്ങ അടപ്പത്ത് വയ്ക്കാൻ പോകും. അച്ചിങ്ങ വേവായിട്ടുണ്ട്. ഇച്ചിരി വെള്ളമോടിയും വറ്റി കഴിഞ്ഞ് ഇറക്കി വെച്ചിട്ട് അത് ഉലത്തിയെടുക്കാം. പപ്പടം കാച്ചി അച്ചിങ്ങ ഒലത്തുന്നു. വെള്ളമൊക്കെ വറ്റിയായിരുന്നോ? ആ വെള്ളം വറ്റട്ടെ. ഇന്നത്തെ ഞങ്ങളുടെ ഉച്ചവരെയുള്ള പാചക വിശേഷം ഇതാണ്.